ഷമേ, ഈ കെവിൻ വധക്കേസ് നമുക്കറിയാമല്ലോ, നമ്മൾ കേരളമെമ്പാടും ചർച്ച ചെയ്ത ഒരു കേസാണ്. അത് അന്നത്തെ ഈ SI ഗാന്ധിനഗർ, കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്നു ഷിബു, MS ഷിബു. ഈ ഷിബുവിനെ വകുപ്പ് തല നടപടിയെടുത്തു. കാരണം കേരളത്തിൽ ഒരു ദുരഭിമാനക്കൊല കൃത്യമായ സമയത്ത് ഇടപെട്ടില്ല ഈ സബ് ഇൻസ്പെക്ടർ. പരാതി കിട്ടിയിട്ടും അദ്ദേഹം അനങ്ങിയില്ല. അങ്ങനെ കേരളത്തിലെ പോലീസിന് യശസ്സിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു ദുരഭിമാനക്കൊല കേരളത്തിലുണ്ടാകുന്നു. അത് വലിയ ചർച്ചയാകും. ആ തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ SIയുടെ ആ സമയത്തെ പ്രവൃത്തിയാണ്. കൃത്യമായി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാതെ നമുക്ക് പോകാമായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ഗവൺമെൻറ് വിലയിരുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് വകുപ്പ് തല നടപടിയാണ്. ഇന്നിപ്പോൾ ഈ ഷിബു സർക്കാരിന് ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വകുപ്പ് തല നടപടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പക്ഷേ അത് സർക്കാർ തള്ളി. ഇപ്പോൾ ഷിബു യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ തന്നെയല്ലേ? ഇദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ മെയ് 27 ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ പരാതി വന്നതാണ്. മെയ് 27 രാവിലെ തന്നെ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പെൺകുട്ടി ഈ കെവിൻ്റെ പിതാവ്, കെവിൻ്റെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം കൂടെ അവിടെ പരാതിയുമായിട്ട് വന്നതാണ്. ഇവിടെ 2 സ്റ്റേഷനിൽ പരാതി പോയിട്ടുണ്ട്. ഒന്ന് ഈ നീനു പിന്നെ ബന്ധുക്കളും കൂടെ അവിടെ, നീനു, കെവിൻ്റെ അച്ഛൻ, ബാക്കിയുള്ള ബന്ധുക്കളും കൂടെ ഗാന്ധിനഗറിലും പിടിച്ചുകൊണ്ട് പോകുന്ന 2 പേരെയാണ്. 2 പേരെയാണ് പിടിച്ചുകൊണ്ട് പോയത്. ഒന്നൊരു അനീഷ്. ഈ അനീഷിനെ ഇവർ ഏറ്റുമാനൂർ ഭാഗത്ത് പിന്നെ ആ ഭാഗത്ത് ഇവരെ ഇറക്കി വിട്ടു. ഏറ്റുമാനൂർ ഭാഗത്ത് ഇറക്കി വിട്ടു. ഇത് വണ്ടി ഒരുപാട് കറങ്ങിയിട്ടാണ് പോകുന്നത്. അത് ഈ അനീഷ് എന്ന് ഏറ്റുമാനൂർ പോലീസിൽ പരാതി കൊടുത്തു. പരാതി പറഞ്ഞെങ്കിലും അവിടെയും കാര്യമായ നടപടി ഉണ്ടായില്ല. ഇത് തട്ടിക്കൊണ്ടു പോകുന്നത് നേരെ നമ്മുടെ ഈ തെന്മലയ്ക്ക് കൊണ്ടുവരിക. തെന്മലയാണല്ലോ നീനുവിൻ്റെ വീട്. നീനുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരാൻ്റെ ഇടയിലാണ് ഈ പരാതികളെല്ലാം ചെല്ലുന്നത്. ഈ പരാതിയിൽ ഇദ്ദേഹം ഈ MS ഷിബു കാര്യമായ നടപടി സ്വീകരിച്ചില്ല. അന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം ഈ ചാക്കോ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് 2000 രൂപ ഈ MS ഷിബു കൈപ്പറ്റിയെന്നും അതിലെ ഒരു ഭാഗം ഡ്രൈവറായിട്ടുള്ള അജയകുമാറിന് നൽകിയെന്നുമായിരുന്നു അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇദ്ദേഹത്തെ പിരിച്ചുവിടുവാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് എതിരെയുള്ള റിപ്പോർട്ട് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആദ്യമായി കേരളത്തെ ദുരഭിമാനക്കൊലയിലേക്ക് തള്ളിവിട്ടതിൽ കേരള പോലീസിലെ ഈ സബ് ഇൻസ്പെക്ടർക്ക് കാര്യമായ പങ്കുണ്ട് എന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനമെടുക്കുകയും അതിൽ പുനഃപരിശോധന വേണമെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തിരിച്ചെടുത്തപ്പോൾ തന്നെ CI ആകാനുള്ള റാങ്കിൽ, അതായത് അടുത്ത പദവിയിലേക്ക് ഉയരാനുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹത്തെ ഏറ്റവും അവസാന പട്ടികയിലേക്ക് തരം താഴ്ത്തി. അന്ന് CI റാങ്കിൽ കടന്നതിൽ 10നും 20നും ഇടയ്ക്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. അതായത് 3 റൗണ്ട് കൂടി റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പെട്ടെന്ന് തന്നെ CI ആവുന്ന ഒരാൾ. 3 റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിനനുസരിച്ച് റൗണ്ട് ക്ലിയർ ചെയ്ത് വരുമ്പോൾ CI പരിഗണനയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളായിരുന്നു. ആ പരിഗണനയിൽ നിന്ന ആളാണ് ഏറ്റവും ലാസ്റ്റിലേക്ക് താഴെ പോയത്. ലിസ്റ്റിൽ തന്നെ ഏറ്റവും താഴെ പോയത്. അതായത് ഈ ലിസ്റ്റിൽ ഇനി എത്ര പരിഗണനയ്ക്ക് വന്നാലും ഇദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കും. ഇത്രയും അടുത്ത ഘട്ടത്തിലേക്ക് വരില്ല. അങ്ങനെയല്ല, ആ ഉണ്ടായിരുന്ന പട്ടികയിലെ ഏറ്റവും അവസാനം. ആ ഉണ്ടായിരുന്ന പട്ടികയിൽ അല്ല, അന്നത്തെ ഹൈറാർക്കി അനുസരിച്ചുള്ള ലിസ്റ്റ്. അതായത് ഏത് SI വന്നാലും ഹൈറാർക്കി അനുസരിച്ച് സീനിയോറിറ്റി അനുസരിച്ചാണ് CI പദവി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക പ്രമുഖമായിട്ടുള്ള കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് പ്രൊമോഷൻ ലഭിക്കും. പക്ഷേ ഈ ലിസ്റ്റിൽ ഒരുപാട് പേരൊന്ന് കിടക്കുകയാണ്. ഇത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള SIമാർ, ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നവർ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ഇരിക്കുന്ന SIമാർ, പിന്നെ ക്യാമ്പിൽ കിടക്കുന്ന SIമാർ, കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന SIമാർ, വിവിധ ഡെപ്യൂട്ടേഷനിൽ കിടക്കുന്ന SIമാർ, നമ്മുടെ റെയിൽവേ പോലീസിൽ വരെ കേരള പോലീസിൽ SIമാർ ഡെപ്യൂട്ടേഷൻ ഇരിപ്പുണ്ട്, റെയിൽവേ പോലീസ് വരെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ലിസ്റ്റിലുണ്ട്. അത്രയും SIമാരുടെ ഏറ്റവും താഴെ കൊണ്ടിട്ടു ഇയാളെ, അദ്ദേഹത്തെ. പിന്നെ അദ്ദേഹത്തോട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ചെയ്ത പ്രവൃത്തി അനുസരിച്ച് സർവീസിൽ തിരിച്ചെടുത്തത് തന്നെ വലിയ ഉപകാരം എന്ന് കരുതിയാൽ മതി. അല്ലാതെ ഇത് ഇങ്ങനെയുള്ള പരാതിയായിട്ട് പോയി തന്നെ ഞാൻ നിരപരാധിയാണ്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. KKPP ആണ് ഈ പരിപാടി. അജയകുമാറിന്റെ ആനുകൂല്യം മുഴുവൻ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നീട് അത് പുനഃപരിശോധിച്ചായിരുന്നു. അതിന്റെ റിസൾട്ട് എന്താണെന്ന് പിന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അജയകുമാർ എന്ന് പറയുന്നത് അന്നത്തെ പോലീസ് ഡ്രൈവർ. ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കാനും അജയകുമാറിന്റെ ആനുകൂല്യം മുഴുവൻ വെട്ടിക്കളയാനുമായിരുന്നു അന്നത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന ആരോപണം, വേറെ SIക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു 2000 രൂപ മേടിച്ച കേസിൽ.
ചാക്കോയുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നുള്ള കേസിനകത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി സർവീസിൽ ഈ പറയുന്ന പോലെ സർവീസ് അവസാന കാലം വരെയും ഈ രീതിയിൽ പോകാനേ സാധിക്കുകയുള്ളൂ എന്നാണ്. സബ് ഇൻസ്പെക്ടറായിട്ട് തന്നെ ഇരിക്കാം, SI ആയിട്ട് തന്നെ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ വലിയ എന്തെങ്കിലും സംഭവം അദ്ദേഹത്തിന് തന്നെ ഉണ്ടാകണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വല്ലാത്ത മനോവിഷമമായിരിക്കും. പിന്നെ തന്നേക്കാൾ ജൂനിയർ ആയിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെ കയറി പോകുമ്പോൾ തന്റെ മുകളിൽ അല്ലെങ്കിൽ തന്റെ ആ സമയത്ത് കയറിയ ആളുകൾ വലിയ ശിക്ഷ, തന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ മുകളിൽ ഇരിക്കുമ്പോൾ അവരെ സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു മാനസിക വേദനയാണ്. പോലീസിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ, പോലീസിന് അതിനായിട്ടുള്ള എന്തായാലും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ലല്ലോ. തൊപ്പിയുള്ളെങ്കിലേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ അതാണ് പുള്ളിയും പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവർ ഈ പറയുന്നത് പോലെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു കാര്യം മതി. ഈ നാട്ടുകാരുടെയൊക്കെ നെഞ്ചത്ത് കയറുമ്പോൾ ആലോചിക്കണം, എന്തെങ്കിലും ഒരു സാധനം വന്ന് തലയിൽ കയറി കഴിഞ്ഞാൽ അതോടുകൂടി വീഴാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ നടപടി എടുക്കാമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യിക്കണമായിരുന്നു. ഇത് MC റോഡ് വഴി ഓടിയ വണ്ടിയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ MC റോഡിൽ എവിടെയെങ്കിലും വിട്ട് ഈ വണ്ടി പിടിക്കായിരുന്നു. ചങ്ങനാശ്ശേരി, പിന്നെ തിരുവല്ല, ചെങ്ങന്നൂര്, പിന്നെ അടൂര്, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എത്ര പോലീസിന്റെ കൺട്രോൾ റൂമിന്റെ വണ്ടികൾ കിടപ്പുണ്ടെന്ന് അറിയോ? MC റോഡിൽ അടൂർ എത്തുന്നത് വരെ നിരത്തിയിട്ടിരിക്കുകയാണ് കൺട്രോൾ റൂമിന്റെ വണ്ടികൾ. അവിടെ നിന്ന് ഇവർ പോയിരിക്കുന്നത് ഈ പിന്നെ പുനലൂര് വന്ന് തെമ്മല ഡയറക്റ്റ് കയറാതെ ചാലിയേക്കര റോഡ് പിടിച്ച്, അതായത് എസ്റ്റേറ്റിന് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ എസ്റ്റേറ്റിന് അകത്തൂടെ കയറ്റി ഓടിച്ചു. ഹാരിസൺ പ്ലാന്റേഷന്റെ അകത്തൂടെ കയറ്റി ഓടിച്ചു. പിന്നെ വനവും തോട്ടവും നിറഞ്ഞ മേഖല. അവിടെ ചാലിയേക്കര വെച്ച് ഈ കെവിൻ ഒമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുന്നതിനിടെ ഇയാൾ തോട്ടത്തിൽ കൂടെ ഓടുന്നതിനിടെ ഇവർ പിന്നാലെ ഓടിയ കെവിൻ അവിടെ ഉണ്ടായിരുന്ന കയത്തിലേക്ക് വീണു. അവിടെ മണ്ണൊക്കെ എടുത്തിരുന്ന ഒരു കയം, ഒരു തോടാണ്, കൈത്തോടാണ്, പക്ഷേ അതിൽ മണ്ണെടുത്ത് കയമുണ്ട്. അതിലേക്ക് വീണ കെവിന് കയറാൻ പറ്റിയില്ല. പക്ഷേ തങ്ങൾ പിന്നെ ഈ ഓടിയ കെവിനെ ഇരുട്ടിൽ കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ മൊഴി. പിറ്റേ ദിവസം കിട്ടുന്നത് ചാലിയേക്കരയിൽ നിന്ന് കെവിൻ്റെ ബോഡിയാണ്. അവിടെയുള്ള ആ എസ്റ്റേറ്റിൻ്റെ സമീപത്തുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ കൈത്തോട്ടിൽ നിന്നാണ് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് എന്തായാലും ഈ വണ്ടി ഫ്ലൈറ്റ് പിടിച്ചൊന്നും വരുന്ന വണ്ടിയല്ലല്ലോ. 2-2.5 മണിക്കൂർ എടുക്കും അവിടെ നിന്ന് ഓടി ഇവിടാത്ത. ഈ പരാതി കിട്ടിയിട്ടും 3-3.5 മണിക്കൂർ, 2.5 അല്ല 3.5 മണിക്കൂർ കൂടുതലെത്തും അത്രയും ഭാഗം ഓടി എത്തണമെങ്കിൽ, എത്ര സ്പീഡ് പിടിച്ചാലും. അപ്പോൾ അത്രയും സമയം റോഡിൽ കിടക്കുന്ന വണ്ടിയെ തടയാൻ കേരള പോലീസിനെ കൊണ്ട് സാധിക്കുമെന്നായിരിക്കെ ഈ പരാതി കിട്ടിയിട്ട് ഇദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്തില്ല. സ്ഥലം SHO SCA ഈ വിവരം അറിയിച്ചില്ല. മുകളിൽ DYSP ഉണ്ട്, അവരെ അറിയിച്ചിട്ടില്ല. മുകളിലോട്ട് കൺട്രോൾ റൂമിനെ അറിയിക്കാമായിരുന്നു. ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. ആ വണ്ടിയെ, അതും വണ്ടി നമ്പർ അടക്കമാണ് ഈ പരാതി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ നമ്പർ അടക്കമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത്. വന്നവരെ നീനു കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. സാനു, ഈ നീനുവിൻ്റെ സഹോദരനാണ് സാനു അടക്കമുള്ളവരാണ് വന്നതെന്ന് കൃത്യമായി നീനു പറഞ്ഞു കൊടുത്തു. എന്നിട്ടും പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റാത്തതും ശരിക്കും പറഞ്ഞാൽ കെവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ കൂടിയാണ്, ഇഷിബു കൂടിയാണ്. കൃത്യവിലോപമാണ് നടന്നിരിക്കുന്നത്. അതാണ് പോലീസിന് റിപ്പോർട്ട് ചെയ്തത്. കൃത്യവിലോപം, അതായത് ഒരു ഡ്യൂട്ടിയിൽ ബോധപൂർവം കൃത്യവിലോപം നടത്തി, ബോധപൂർവം ചെയ്തു എന്നാണ്. മനഃപൂർവ്വം ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു ധാരണ. ഈ ക്രിസ്തീയ ദളിത് വിഭാഗത്തിലെ ആളാണ് കെവിൻ. പിന്നെ ഈ നീനുവിന്റെ ഫാമിലിയിൽ മിക്സഡ് ഫാമിലിയാണത്. അതിന്റെ അച്ഛനും അതിന്റെ അമ്മയും 2 പ്രണയവിവാഹിതരാണ്, 2 മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതെ, നീനു 2017 ഓഗസ്റ്റിലാണ് ഈ പിന്നെ ഇയാളെ പരിചയപ്പെടുത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 27, 2017 ഓഗസ്റ്റ് 27 ഈ നീനു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്, കെവിനെ പരിചയപ്പെടുത്തുന്നത്. 2018 മെയ് 27 ഇവരുടെ 26 ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ സംഭവം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. ഏതാണ്ട് ഒരു കുറച്ചു കാലത്തെ പരിചയമാണ് ഇവർക്കിടയിലുള്ളത്. എങ്കിലും ദീർഘകാല കുട്ടി കെവിൻ്റെ വീട്ടിൽ തന്നെ കഴിയുകയാണെന്നാണ് അന്ന് ഒരു തീരുമാനമായി പറഞ്ഞത്. പിന്നെ നീനുവിൻ്റെ മാതാപിതാക്കളുമായി വലിയൊരു അറ്റാച്ച്മെന്റ് ഇല്ല. അവർ പുറത്തായിരുന്നു ദീർഘകാലം. നീനു കൂടുതലും കഴിഞ്ഞത് ഹോസ്റ്റലുകളിലൊക്കെയാണ്, ഹോസ്റ്റലൊക്കെ താമസിച്ചതാണ്. അപ്പം നീനുവാണ് ഇതിൻ്റെ പ്രധാന സാക്ഷി, ഈ കേസിലെ ഒന്നാം സാക്ഷി. പിതാവും സഹോദരനും അടക്കം പ്രതിയാകാനുള്ള കാരണം ഇത്രയും അധികം പേർക്ക്, എനിക്ക് തോന്നുന്നു പ്രതികൾ 14 പേര്. ചാക്കോ 1-ാം പ്രതി, സാനു 2-ാം പ്രതി, പിന്നെ നിയാസ് മോൻ, ഇഷാൻ, റിയാസ്, മനു മുരളീധരൻ,
ഷെഫിൻ, നിഷാദ്, ടിറ്റു ജെറോമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയത്. ഈ ടിറ്റു ജെറോമിനെ ഈ ജയിൽ വാർഡന്മാരിലൂടെ ഇടിച്ച് പരിപാടികളാണ്. എന്തിന്? അത് എനിക്ക് തോന്നുന്നു 2 വർഷമായെന്ന് തോന്നുന്നു. ടിറ്റു ജെറോമുമായിട്ടൊരു തർക്കം അവിടെ ജയിൽ വാർഡന്മാരുണ്ട്. അവർക്കെതിരെ നടപടിയെടുത്തിയാണ്. ജയിലിലെ പ്രസൺ ഓഫീസർമാരെ മൊത്തത്തിൽ നടപടിയെടുത്തിയാണ്. അതായത് ഈ തർക്കത്തിൻ്റെ പേരിൽ ഈ ഒരു റൂമിലേക്ക് ഈ ടിറ്റു ജെറോമിനെ വലിച്ചുകൊണ്ട് പോവുകയും അവിടെ ഇടിച്ച് പരിവാക്കി കളഞ്ഞു. ഇടിച്ച് പരിവാക്കി. അതൊരു നടപടിയായിരുന്നു. അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ ടിറ്റു ജെറോമിൻ്റെ പിതാവ് ജയിലിൽ കാണാൻ ചെല്ലുമ്പോഴൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം മകനെ കാണാനില്ല, ജയിലിൽ കഴിയുന്ന തൻ്റെ മകനുമായി സംബന്ധിച്ച് യാതൊരു വിവരമില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഇതിനകത്ത് എന്താണെന്ന് കാര്യം അന്വേഷിപ്പിച്ചു പോലീസിനെ കൊണ്ട്. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇത് അറിയുന്നത്. ഇവിടുത്തെ 3 പ്രസൺ ഓഫീസർമാർ ചേർന്ന് ഈ ടിറ്റു ജെറോമിനെ റൂമിൽ കൊണ്ടിട്ട് ഇടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണെന്ന്. വീട്ടുകാരറിഞ്ഞില്ല? ആരും അറിഞ്ഞില്ല. അങ്ങനെ 3 പ്രസൺ ഓഫീസർമാർക്കെതിരെ ജയിൽ വകുപ്പ് DIG നടപടിയെടുത്തു. 3 പേർക്കെതിരെ നടപടിയെടുത്തു. എനിക്കത് വാർത്തയായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തൊരു വാർത്തയാണ് ആ സമയത്ത്. പിന്നെ ടിറ്റു ജെറോം, പിന്നെ ഉള്ളത് വിഷ്ണു, ഫസൽ ഷെരീഫ്, ഷാനു, ഷാജഹാൻ, ഷിനു നാസർ, റമീസ്. ഇത് ഈ 2 കൂട്ടരുടെ ഉണ്ട് കേട്ടോ ബന്ധുക്കൾ. 2 കൂട്ടരുടെ ഉണ്ട്. അമ്മയുടെ അച്ഛൻ്റെയും ബന്ധുക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ രസം, ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ച 2 മതത്തിൽപ്പെട്ട ആളുകളാണ്. അതെ, അവർ പ്രണയ വിവാഹിതരാണ്. അപ്പം പിന്നെ ആ കുട്ടി ആരോടെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിക്കണം. ഈ പലപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ, ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുക മാതാപിതാക്കളാണ് ഈ മക്കൾ പ്രണയിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഒരു ദിവസം ഏറ്റുമാനൂർ നഗരസഭയിൽ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ കെവിൻ്റെ പിതാവിനെ കണ്ടായിരുന്നു. അദ്ദേഹം ഒരു റോഡരികിൽ ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിലേക്കോ കോട്ടയം കഴിഞ്ഞോ എന്ത് അറിയില്ല, ഓർമ്മ വിട്ടുപോയി. അപ്പോൾ ഇടത് ഭാഗത്ത് ഒരു ചെറിയ കട നടത്തിയാണ് അദ്ദേഹം, ചെറിയ കട. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് അദ്ദേഹം അധികം ചിരിക്കത്തൊന്നുമില്ല, ചിരിച്ച് സംസാരിക്കുകയോ ഒന്നുമില്ല. അദ്ദേഹം നോർമലായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്താണ് സാഹചര്യം എന്നൊക്കെ ചോദിച്ചു. കേസിൻ്റെ അവരെല്ലാവരും ജയിലിലാണെന്ന്. അപ്പം നമുക്ക് അറിയാവുന്ന കഥയാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ പലതവണ നമ്മൾ ബൈറ്റ് എടുക്കാൻ പോയിട്ടുണ്ടല്ലോ. ഒരു പാവ മനുഷ്യനാണ്, സാധു മനുഷ്യനാണ്. അവസാനം വരെ ഈ മകൻ്റെ നീതി നേടാൻ വേണ്ടി പരമാവധി ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി. ഒരു സാധു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും ആ ദുഃഖം മാറിയിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിന് ആ ദുഃഖം സമ്മാനിച്ച MS ഷിബു എല്ലാ കാലത്തും SI ആയി തന്നെ ഇരുന്ന് വിരമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.